ഹലോ മൈ ഡിയർ മക്കളെ, വെൽക്കം ടു ദ എക്സൈറ്റിംഗ് വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. അറിയാലോ, അർജുൻ സാറാണ്. മക്കളെ, നമ്മുടെ ടോക്കിംഗ് ഓഫ് സയൻസ് ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, അത് നിറയെ ഇൻ്റർവ്യൂകളാണല്ലേ. ഇൻ്റർവ്യൂ ചെയ്ത് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന് മറുപടികൾ ലഭിക്കുന്നു. അത് ബേസ് ചെയ്തുകൊണ്ടാണ് ആ ചാപ്റ്റർ മുഴുവൻ പോകുന്നത്. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ഇൻ്റർവ്യൂ തയ്യാറാക്കാൻ പഠിച്ചാലോ. ഇൻ്റർവ്യൂവിന് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് അടിപൊളിയായിട്ട് നല്ല വെടിപ്പായിട്ട് സാറ് മക്കൾക്ക് പഠിപ്പിച്ചു തരാം. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോൾ അതിനും കുറച്ച് ഗൈഡ് ലൈൻസ് നമ്മൾ പാലിക്കണം. മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. അത് പാലിച്ച് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പം അടിപൊളിയായിട്ട് ഒരു ഇൻ്റർവ്യൂ എങ്ങനെ തയ്യാറാക്കണം, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എങ്ങനെ തയ്യാറാക്കണമെന്ന് സാറ് പഠിപ്പിച്ചു തരാം. നോ യുവർ സബ്ജക്റ്റ് ഓർ ടോപ്പിക്. എന്തിനെക്കുറിച്ചാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത്, ഏത് വിഷയത്തിലാണ് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ടാവണം. അപ്പം നമ്മളുടെ മുന്നിൽ ഇരിക്കുന്ന ആൾ ഒരു ശാസ്ത്രജ്ഞനാണെന്ന് കരുതി, ഒരു സയൻറ്റിസ്റ്റാണ്. അയാളോട് ചെന്ന് നമ്മൾ ഏതെങ്കിലും സിനിമയുടെ കഥയോ അല്ലെങ്കിൽ ക്രിക്കറ്റ് മാച്ചിൻ്റെ കാര്യമോ ചോദിച്ചു കഴിഞ്ഞാൽ അത് മണ്ടത്തരമാണ്. അയാളോട് ചോദിക്കേണ്ട കാര്യങ്ങൾ എന്താ, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മൾ അയാളോട് ചോദിക്കേണ്ടത്. അങ്ങനത്തെ വേണം നമ്മൾ ചോദിക്കാൻ. അപ്പം ആളും തരവും നോക്കിയിട്ട് വേണം നമ്മൾ ഇൻ്റർവ്യൂയുടെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ. യൂസ് പൊളൈറ്റ് ലാംഗ്വേജ്. അവിടെ ഇരിക്കുന്ന ആളെ നമ്മളൊന്ന് ബഹുമാനിച്ചുകൊണ്ട് വേണം എഴുതാൻ. അപ്പം നമ്മളെപ്പോഴും പൊളൈറ്റായിട്ടുള്ള, അവർക്ക് ബഹുമാനം നൽകിക്കൊണ്ട് വേണം സംസാരിക്കാനും ക്വസ്റ്റ്യൻസ് ചോദിക്കാനും. പ്രിപ്പയർ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. യെസ്, ഇരിക്കുന്ന ആളുണ്ടല്ലോ, അയാൾ യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം ഉത്തരം തരാതെ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു തരണമെങ്കിൽ നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഉദാഹരണത്തിന്, വരുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ അയാൾ യെസ് എന്ന് പറയും. നമുക്ക് അതിന് പകരം നമുക്ക് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, വരുന്ന വഴിക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ എന്തൊക്കെ കൂടുതൽ കഴിച്ചോ എന്ന് ചോദിക്കുമ്പം അയാൾ കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞു തരും അല്ലേ. അപ്പോൾ എന്താണ്, യെസ് ഓർ നോ എന്നുള്ള സാധനമല്ല, അതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടും. വിവരങ്ങൾ മാക്സിമം അടിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു നല്ല ഇൻ്റർവ്യൂവറിൻ്റെ ലക്ഷണം. അത് നമ്മൾ പാലിക്കുക. കീപ് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആൻഡ് കോൺസൈസ്. ഇരിക്കുന്ന ആൾക്ക് ചോദ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണം. ഓക്കെ, അയാളെ പേടിപ്പിച്ചിട്ടൊന്നും ചോദിക്കേണ്ട, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അയാളോട് ചോദിച്ചിട്ട് വേണം നമ്മൾ ഉത്തരം കണ്ടെത്താൻ. ഓൾറൈറ്റ്, അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള 4 കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് എഴുതുക. ഒരു ചോദ്യം തരട്ടെ. പ്രിപ്പയർ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ടു ആസ്ക് മലാല. മലയാളിയോട് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മുടെ മലാലയെ ഓർമ്മയുണ്ടല്ലോ, പാകിസ്ഥാനിൽ നിന്നും ഏത് നിമിഷവും ജീവൻ നഷ്ടപ്പെടാമെന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്ന ആളാണ്. പിന്നീട് അവർ രക്ഷപ്പെട്ടു വന്നു. ഇന്നും ലോകത്ത് ഒരുപാട് പെൺകുട്ടികൾക്ക് പ്രചോദനമായിട്ട് അവർ ജീവിക്കുന്നു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ലോകമെമ്പാടും അവെയർനെസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് മലാല. സോ അങ്ങനെയുള്ളൊരു മലാലയെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവളോട് ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് വളരെ പൊളൈറ്റ് ലാംഗ്വേജിൽ ചോദിച്ചാലോ. യെസ്, നോക്കിക്കോ. വുഡ് യു മൈൻഡ് എക്സ്പ്ലെയിനിങ്. കണ്ടോ, നമ്മൾ കുറച്ചുകൂടെ വിനയത്തോടു കൂടി ചോദിക്കുകയാണ്. നിങ്ങൾക്ക് പറയുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? വുഡ് യു മൈൻഡ് എക്സ്പ്ലെയിനിങ് വാട്ട് മോട്ടിവേറ്റഡ്, എന്താണ് നിങ്ങളെ പ്രചോദിപ്പിച്ചത് യു ടു സ്റ്റാർട്ട് അഡ്വക്കേറ്റിംഗ് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ, പെൺകുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി, അതിനുവേണ്ടി സംസാരിക്കാൻ വേണ്ടി അറ്റ് സച്ച് എ യങ് ഏജ്, അതും തീരെ ചെറിയ പ്രായത്തിൽ. കണ്ടോ, നമ്മൾ ഡയറക്റ്റ്ലി ചോദിക്കുകയാണ് വാട്ട് മോട്ടിവേറ്റഡ് യു സ്റ്റാർട്ട് അഡ്വക്കേറ്റിംഗ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് റൂഡായിട്ട് സംസാരിക്കുകയാണ്. പക്ഷേ ഇരിക്കുന്ന മലാലയോട് നമുക്ക് കുറച്ചും കൂടെ ബഹുമാനത്തോടു കൂടി സംസാരിക്കണമെങ്കിൽ വുഡ് യു മൈൻഡ് എക്സ്പ്ലെയിൻ, നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അത് നല്ലൊരു പരിപാടിയാണ്. വാട്ട് എക്സാക്ട്ലി ഡു യു മീൻ ബൈ സെയിങ് ദാറ്റ് എഡ്യൂക്കേഷൻ ക്യാൻ ചേഞ്ച് ദ വേൾഡ്. വാട്ട് എക്സാക്ട്ലി ഡു യു മീൻ, നിങ്ങൾ ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പം അവരുടെ ഉള്ളിൽ നിന്നും ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടണം. അവരെന്തെങ്കിലുമൊക്കെയാണല്ലോ പ്ലാൻ ചെയ്തിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ആ പ്ലാനിങ് കിട്ടാൻ വേണ്ടി നമ്മൾ വളരെ ഈസി ആയിട്ട് അവരോട് ചോദിക്കുകയാണ് വാട്ട് എക്സാക്ട്ലി ഡു യു മീൻ, എന്താണ് പ്രത്യേകിച്ചും ഉദ്ദേശിക്കുന്നത് ബൈ സെയിങ് ദാറ്റ്, പറയുന്നു എഡ്യൂക്കേഷൻ ക്യാൻ ചേഞ്ച് ദ വേൾഡ്, വിദ്യാഭ്യാസത്തിന് ലോകത്തെ മാറ്റാൻ പറ്റുമെന്ന്, അത് ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി. പിന്നെ കുഡ് യു ബ്രേക്ക് ദാറ്റ് ഡൗൺ ആൻഡ് ടെൽ us വാട്ട് റോൾ യുവർ ഫാമിലി പ്ലേഡ് ഇൻ സപ്പോർട്ടിങ് യുവർ എഡ്യൂക്കേഷൻ ആൻഡ് അഡ്വക്കസി. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ആഴത്തിൽ പറഞ്ഞു തരുമോ, അതാണ് ഉദ്ദേശിക്കുന്നത്. കുഡ് യു ബ്രേക്ക് ദാറ്റ് ഡൗൺ, ഒന്ന് അവർ പറഞ്ഞ കാര്യം കുറച്ചും കൂടെ ഒന്ന് വിശദീകരിച്ച് പറയാമോ. ടെൽ us വാട്ട് റോൾ യുവർ ഫാമിലി, നിങ്ങളുടെ കുടുംബം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് ഇൻ സപ്പോർട്ടിങ് യുവർ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ആൻഡ് അഡ്വക്കസി, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും, നിങ്ങൾക്ക് വാദിക്കാനും വേണ്ടി അവരെന്തൊക്കെയാണ് ചെയ്തതെന്നില്ല കുറച്ചും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഡൗൺ ചെയ്ത് പറയാമോ. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് അക്കമിട്ട് ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് തരും. നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാം. ക്യാൻ യു ഗോ ഓവർ ദാറ്റ് അഗെയിൻ and tell us what's the biggest challenge has been promoting education for all.
ക്യാൻ യു ഗോ ഓവർ ദാറ്റ്? നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് പോകാൻ പറ്റുമോ? ഒന്നും കൂടെ ഒന്ന് വിശദീകരിച്ച് പറയാൻ പറ്റുമോ? അതൊക്കെ നമ്മൾ വളരെ ബഹുമാനത്തോടു കൂടി ചോദിച്ചിട്ട് പറയാണ്. വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ചസ്? നേരിട്ട വലിയ പ്രശ്നങ്ങൾ എന്താണ്? ഹാസ് ബീൻ ഇൻ പ്രൊമോട്ടിംഗ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള കോൺസെപ്റ്റിൽ നിങ്ങൾ നേരിട്ട വെല്ലുവിളികൾ കുറച്ചും കൂടെ ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ക്യാൻ യു ഗോ ഇൻ ടു മോർ ഡീറ്റെയിൽ? നിങ്ങൾക്ക് കുറച്ചും കൂടെ പറഞ്ഞു തരാൻ പറ്റുമോ? അബൌട്ട് ദ ഡേ യുവർ ലൈഫ് ചേഞ്ച്ഡ് ഓൺ October 9, 2012. 2012 ഒക്ടോബർ 9 നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ആ സംഭവം കുറച്ചും കൂടെ ഒന്ന് വിശദീകരിച്ച് തരാമോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പുറത്തിരിക്കുന്ന ആളെ വെറുപ്പിക്കാതെ മുഷിപ്പിക്കാതെ നമ്മൾ ഇങ്ങനെ വേണം ഇൻ്റർവ്യൂ നടത്താൻ. ഓക്കെ, അപ്പം ഈ ഒരു പാറ്റേൺ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷയ്ക്കല്ല, ഇനി അല്ലാതെ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. സോ നല്ല ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എങ്ങനെ തയ്യാറാക്കണം, എങ്ങനെ പൊളൈറ്റായിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കുകയാണ്. ഇതുപോലെ ഓരോ ക്യാരക്ടേഴ്സിനോടും ചോദിക്കാൻ സാധ്യതയുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ മക്കൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെച്ചേക്ക്. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമുക്ക് മുഴുവൻ മാർക്ക് തന്നെ നേടിയെടുക്കാം. അപ്പം ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എൻ്റെ മക്കൾ പഠിച്ചല്ലോ. അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ഈ ചാനൽ ഇനിയും വരും. ഇതിനേക്കാൾ മാർക്ക് കിട്ടുന്ന ടോപ്പിക്കുകളുമായിട്ട് സാറ് വരും. അതിനൊക്കെ വേണ്ടി എൻ്റെ മക്കളെ കാത്തിരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് കൊടുത്തേക്ക്. ഇപ്പം ഞാൻ പോയിട്ട് പിന്നെ വരാം. അപ്പം ഒരു ചെറിയ ബ്രേക്ക്.